പശു എന്ന വാക്കിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒരു വിചിത്രമായ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ എപ്പോഴും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്, പക്ഷെ ആരും ആൺപശു എന്ന് പറയാറില്ല. പകരം കാള എന്നാണ് പറയുന്നത്. പശു എന്നതൊരു മൃഗവർഗത്തിൻ്റെ മുഴുവൻ പേരാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ അത് തെറ്റാണ്. പശുക്കളുടെ ലോകത്തെ പേരുകൾക്ക് കൃത്യമായ അർത്ഥങ്ങളുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ ഈ പേരുകൾ എങ്ങനെ ഒരു വലിയ ആശയക്കുഴപ്പമായി മാറിയതെന്ന് നമുക്ക് നോക്കാം. പശു, കൗ എന്ന വാക്കിന് ആയിരക്കണക്കിന് വർഷത്തെ പഴക്കമുണ്ട്. ചരിത്രപരമായി നോക്കിയാൽ കുഞ്ഞിന് ജന്മം നൽകിയ പെൺവർഗത്തെ മാത്രമാണ് ഈ പേര് വിളിച്ചിരുന്നത്. പണ്ടുകാലത്തെ കാർഷിക സമൂഹങ്ങളിൽ ആൺമൃഗങ്ങൾക്കും പെൺമൃഗങ്ങൾക്കും വ്യത്യസ്ത ജോലികളുണ്ടായിരുന്നു. പാൽ തരുന്ന പശുവും അധ്വാനിക്കുന്ന കാളയും കർഷകർക്ക് വെവ്വേറെ ഉപകരണങ്ങൾ പോലെയായിരുന്നു. അതുകൊണ്ടുതന്നെ ഓരോ മൃഗത്തിനും അവയുടെ പങ്കനുസരിച്ച് പ്രത്യേക പേരുകൾ നൽകേണ്ടത് അന്നത്തെ കാലത്ത് അത്യാവശ്യമായിരുന്നു. യഥാർത്ഥത്തിൽ ഇവയുടെ വർഗത്തെ പൊതുവായി കന്നുകാലികൾ, കാറ്റിൽ എന്നാണ് വിളിക്കുന്നത്. ഒരു കുഞ്ഞിനെ പ്രസവിച്ച പെൺവർഗമാണ് പശു. ആൺവർഗം കാള അഥവാ ബുൾ. ഇനി പ്രസവിക്കാത്ത പെണ്ണിനെ കിടാരി, ഹെഫർ എന്നും പണിക്കും ഇറച്ചിക്കുമായി വളർത്തുന്ന വന്ധ്യംകരിക്കപ്പെട്ട ആണിനെ കാള, സ്റ്റിയർ അഥവാ ഓക്സ് എന്നും വിളിക്കുന്നു. കുഞ്ഞുങ്ങളെ കിടാവുകൾ എന്നാണ് വിളിക്കുന്നത്. ചുരുക്കത്തിൽ ആൺപശു എന്ന് പറയുന്നത് ആൺ പിടക്കോഴി എന്ന് പറയുന്നത് പോലെ അർത്ഥശൂന്യമായ കാര്യമാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാത്തിനെയും പശു എന്ന് വിളിക്കുന്നത്? ഉത്തരം ലളിതമാണ്: എളുപ്പത്തിനു വേണ്ടി. ഇന്ന് ഭൂരിഭാഗം ആളുകളും കൃഷിപ്പണികളുമായി നേരിട്ട് ബന്ധമുള്ളവരല്ല. അതുകൊണ്ട് തന്നെ പശുവാണോ കാളയാണോ എന്ന് വേർതിരിച്ച് പറയുന്നതിനേക്കാൾ എല്ലാവർക്കും എളുപ്പം പശു എന്ന് പൊതുവായി വിളിക്കുന്നതാണ്. ആമകളെയെല്ലാം പൊതുവായി ടേർട്ടിൽ എന്ന് വിളിക്കുന്നത് പോലെയാണിത്. ഭാഷ പലപ്പോഴും കൃത്യതയേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എളുപ്പത്തിനാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ, സാങ്കേതികമായി ആൺപശുക്കൾ എന്നൊന്നില്ല. പശു എന്നത് പെൺവർഗം മാത്രമാണ്.